ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് അഗെയിൻ. ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെജിറ്റബിൾ ബ്രെഡ് പിസ്സയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്കിത് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് പാനൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഏത് പാന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഇങ്ങനെ നോൺ സ്റ്റിക്ക് വേണമെന്നൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം അത് തിരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സാധാരണ പിസ്സ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറ്. പിസ്സ സോസ് നമുക്ക് വീട്ടിലെപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാം. പിന്നെ പിസ്സ സോസ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ സോസ് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത mozzarella ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ mozzarella ചീസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ചെദാർ ചീസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം, ക്യാരറ്റും തക്കാളിയും സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുത്താൽ മതി. ഞാനെടുത്ത അതേ വെജിറ്റബിൾസ് വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ വെറും സവാളയും തക്കാളിയും മാത്രമാണ് ഉള്ളത്, അത് വെച്ച് കൊടുത്താലും മതി. നല്ല ടേസ്റ്റാണ് ഈ വെജിറ്റബിൾ പിസ്സ. പിന്നെ ഒന്നും കൂടെ കളർഫുള്ളാക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വീറ്റ് കോണ്, പിന്നെ ക്യാപ്സിക്കം തന്നെ യെല്ലോ, ഗ്രീൻ അങ്ങനെയൊക്കെ എടുത്താൽ നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ എനിക്കിവിടെ റെഡ് ക്യാപ്സിക്കം കിട്ടാത്തതുകൊണ്ടാണ് ഞാനൊരു റെഡ് കളറിനായിട്ട് തക്കാളി എടുത്തുള്ളത്. തക്കാളീൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരല്പം ചീസ് കൂടി അതിൻ്റെ മുകളിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ഭാഗത്തേക്ക് ഒരു 2-3 ക്യാപ്സിക്കം, ക്യാരറ്റ്, ഓണിയൻ ഒന്ന് വെച്ച് കൊടുക്കുക. കാരണം ചീസ് മെൽറ്റായി പോകുമ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനം ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിസ്സ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമ്മളിത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ചീസ് നന്നായിട്ട് മെൽറ്റ് ആവണം. അപ്പോൾ വളരെ കുറഞ്ഞ തീയിലാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചീസ് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഒരിക്കലും വെക്കരുത്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ആകെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന വെജിറ്റബിൾ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. അവരുടെ സ്നാക്സ് ബോക്സിലൊക്കെ വെച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID Malabar എന്നാണ്. അപ്പോൾ ആ ഇൻസ്റ്റയിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ പേര് ഞാൻ കൊടുത്തിട്ട് ആ റെസിപ്പിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്